അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 6ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. അദ്ദർസു സാദിസു 6ാമത്തെ പാഠം അസ്വലാത്തു അലൽ മയ്യിത്തി, മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരം അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം. ലി സ്വലാത്തിൽ മയ്യത്തി, മയ്യത്ത് നിസ്കാരത്തിനുണ്ട് ഷർത്വാനി, 2 ഷർത്തുകളുണ്ട്. മാ സായിരി ശുറൂത്തി സ്വലവാത്തി, മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകളോട് കൂടെ. മറ്റു നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5ആണ്. 1 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, ഖിബലക്ക് മുന്നിടുക, സമയമായെന്നറിയുക. ഈ 5 ഷർത്തുകളോട് കൂടെ മയ്യിത്ത് നിസ്കാരത്തിന് പ്രത്യേകമായി വേറെ 2 ഷർത്തും കൂടെയുണ്ട്. അപ്പോൾ ടോട്ടൽ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 7. അതിലൊന്ന് തഖദ്ദുമു തുഹ്രിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ ശുദ്ധി മുന്തൽ, അതായത് മയ്യത്തിനെ കുളിപ്പിക്കുക. ഫമൻ മാത, ആരെങ്കിലും മരണപ്പെട്ടാൽ വ തഅദറ തുഹ്റുഹു, അവൻ്റെ ശുദ്ധി ബുദ്ധിമുട്ടാവുകയും ചെയ്താൽ, അവനെ ശുദ്ധിയാക്കൽ, അവനെ കുളിപ്പിക്കൽ ബുദ്ധിമുട്ടാവുകയും ചെയ്താൽ ഫലാ യുസല്ല അലൈഹി, അവൻ്റെ മേൽ നിസ്കരിക്കപ്പെടുകയില്ല. ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് അതല്ലെങ്കിൽ മണ്ണിൻ്റെ താഴെയൊക്കെ ആയി അവനെ എടുത്ത് കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ നിലക്കാകുമ്പോൾ ശുദ്ധിയില്ലാത്ത കാരണത്താൽ അവൻ്റെ മേൽ നിസ്കരിക്കപ്പെടുകയുമില്ല. 2 അല്ലാ യതഖദ്ദമൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ മുന്താതിരിക്കണം അലൽ മയ്യത്തിൽ ഹാദിരി, ഹാജറായ അവിടെ ഉള്ള മയ്യത്തിനേക്കാൾ. അപ്പോൾ ഹാജറായ മയ്യത്തിന് മേൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ ആ മയ്യത്തിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്നാണ് നിസ്കരിക്കേണ്ടത്. മയ്യത്തിനേക്കാൾ മുന്തിയിട്ട് നിസ്കരിക്കാൻ പറ്റുകയില്ല. വലോഫിൽ ഖബരി, ഖബറിലാണെങ്കിലും ശരി. അപ്പോൾ ഖബറിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നാണ് നിസ്കരിക്കേണ്ടത്. ഖബറിൻ്റെ മുമ്പ് നിന്നുകാണ്ട് ബാക്കത്തെ ആ ഖബറാളിക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റുകയില്ല. അർക്കാനു സ്വലാത്തിൽ ജനാസത്തി സിബാത്തുൻ, ജനാസ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ, ഫർദുകൾ 7 ആകുന്നു. 1 അന്നീയത്തു, നീയത്താണ്. പോലെ, കാരണം പോലെ. ഉസല്ലിൽ ഫർദ അല ഹാദൽ മയ്യിത്തി 4 തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാനില്ലാഹി തആല, ഇലൽ ഖിബ്ലത്തില്ലാഹി തആല. ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു, അൽ ഫർദ, ഫർദ്, അല ഹാദൽ മയ്യിത്തി, ഈ മയ്യത്തിൻ്റെ മേൽ 4 തക്ബീറാത്തിൻ, 4 തക്ബീറായിട്ട്, മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ടവനായ നിലയിൽ, ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി. ഇതാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. 2 അൽ ഖിയാമുൽ ഖാദിറി, കഴിവുള്ളവൻ നിൽക്കൽ, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. 3 4 തക്ബീറാത്തിൻ, 4 തക്ബീറുകൾ ചൊല്ലുക. യുസന്നു, സുന്നത്താക്കപ്പെടും, ഫീഹ, ആ തക്ബീറുകളിൽ സുന്നത്താക്കപ്പെടും. റഫ്ഉൽ യദൈനി, 2 കൈകൾ ഉയർത്തൽ. വവളഉഹുമ, 2 കൈയിനെയും വെക്കുക. തഹ്ത സ്വദരിഹി, അവൻ്റെ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തായിട്ട്. സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ വെക്കാറുണ്ടല്ലോ, അതുപോലെ വെക്കുക. വയുസന്നു ലിൽ ഇമാമി, ഇമാമിന് സുന്നത്താക്കപ്പെടും. അൽ ജഹ്റു, ഉറക്കയാക്കൽ, ബിഹ, ആ തക്ബീറുകൾ ഉറക്കയാക്കൽ സുന്നത്താക്കപ്പെടും. ഫൈൻ ഖമ്മസ, ഇനി ആരെങ്കിലും 5ാമത്തെ തക്ബീർ ചൊല്ലിയാൽ, ഫൈൻ ഖമ്മസ, ആരെങ്കിലും 5ാമതായാൽ, തക്ബീർ 5ാമതായി ചൊല്ലിയാൽ, ലം തബ്തുൽ, അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. 5ാമത്തെ തക്ബീറിലേക്ക് പോയി തക്ബീർ ചൊല്ലി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. 4ാമത്തെ ഫർദാണ് ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതൽ. യുസന്നു, സുന്നത്താക്കപ്പെടും. അൽ ഇസ്റാർ ബിൽ ഖിറാഅത്തി, ഖിറാഅത്ത് കൊണ്ട് പതുക്കെയാക്കുക, പതുക്കെയോത, അതാണ് മയ്യിത്ത് നിസ്കാര സുന്നത്ത്. വ തഅവ്വുദു, തഅവ്വുദു മോദ. വ തഅ്മീനു, തഅ്മീൻ മോദ, ആമീൻ പറയുകയും ചെയ്യുക. ഇത് 3ഉം സുന്നത്താണ്. തഅവ്വുദും തഅ്മീനും ഇസ്റാറൊക്കെ സുന്നത്താണ്, പതുക്കെയാക്കലും സുന്നത്താണ്. ദൂന ഇഫ്തിതാഹിൻ, ഇഫ്തിതാഹ് കൂടാതെ, അതായത് ദുആൽ ഇഫ്തിതാഹ് കൂടാതെ, വജ്ജഹത്ത് കൂടാതെ, വജ്ജഹത്ത് ഓതേണ്ടതില്ല. വ സൂറത്തിൻ, ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്തും ഓതേണ്ടതില്ല. ഇല്ല അല ഗായിബിൻ, ഗായിബായവൻ്റെ മേലിൽ ഒഴികെ. ഗായിബായി നിസ്കരിക്കുകയാണെങ്കിൽ, മറഞ്ഞ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിൽ ദുആഉൽ ഇഫ്തിതാഹും വജ്ജഹത്തും അതുപോലെ സൂറത്തും ഓതാം, അത് ജായിസാണ്. ഔ അല ഖബറിൻ, ഖബറിൻ്റെ മേലിലാണെങ്കിലും ശരി. അപ്പോൾ ഖബറാളുടെ മേലിൽ നിസ്കരിക്കുകയാണ്, അങ്ങനെയാകുമ്പോഴും ദുആഉൽ ഇഫ്തിതാഹും ഓതാം, സൂറത്തും ഓതാം. 5ാമത്തെ ഫർദ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലുക. ബഅദ തക്ബീറത്തി സാനിയ, 2ാമത്തെ തക്ബീറിന് ശേഷം, 2ാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അഖല്ലുഹ, സ്വലാത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയലാണ്.
വാഖമലുഹ അതിലേറ്റവും പരിപൂർണമായത് അസ്വലാത്തുൽ ഇബ്രാഹീമിയ സ്വലാത്താണ്. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ് എന്നുള്ള ആ സ്വലാത്താണ് ഏറ്റവും നല്ലത്. ആറാമത്തെ ഫർദ് ദുആഉൽ ഉഖ്റവിയ്യുൻ ലിൽ മയ്യിത്തി, മയ്യത്തിന് ഉഖ്റവിയായ ദുആ ചെയ്യലാണ്, ആഖിറത്തിലേക്കുള്ള ദുആ ചെയ്യലാണ്. ബി ഖുസൂസിഹി മയ്യത്തിനോട് മാത്രം പ്രത്യേകമാക്കൽ കൊണ്ട്, മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവൂല. കാരണം ആ മുഅ്മിനീങ്ങളിൽ മയ്യത്ത് പെടുന്നുണ്ടെങ്കിലും ഈ മയ്യത്തിന് ഖാസായിട്ട് പ്രത്യേകമായിട്ടുള്ള ദുആ അല്ല, ഉഖ്റവിയായ ദുആ വേണം. അള്ളാഹുവെ മയ്യത്തിൻ്റെ അറബിയിൽ പറയണം, അള്ളാഹുവെ മയ്യത്തിൻ്റെ സമ്പത്തൊക്കെ നീ സംരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഹ്ഫദ് അംവാലഹു എന്ന് പറഞ്ഞാലും ശരിയാവുകയില്ല. കാരണം ദുന്യവിയായ ദുആ ആണത്. ആഖിറത്തിലേക്ക് എന്തെങ്കിലും ദുആ ചെയ്യണം. മയ്യത്തിന് നീ സ്വർഗം കൊടുക്കണമേ എന്നുള്ള ദുആ ചെയ്താൽ മതി. ബാദ തക്ബീറത്തി സാലിസ, മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് ഖാസായ പ്രത്യേകമായ ഉഖ്റവിയായ ദുആ ചെയ്യുക. അഖല്ല ദുആയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്നുള്ളതാണ്. വ ഔലാഹു ഏറ്റവും നല്ലത് മാ റവാഹുൽ ഇമാമു മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ദുആ ആണ്. ഫി സ്വഹീഹിഹി, മുസ്ലിം ഇമാമിൻ്റെ സ്വഹീഹി മുസ്ലിമിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ. വർഹംഹു, അവനെ നീ കരുണ ചെയ്യണമേ. വഅഫു അൻഹു, അവനെ തൊട്ട് നീ മാപ്പാക്കണമേ. വആഫിഹി, അവനെ നീ സുഖം നൽകണമേ, അല്ലെങ്കിൽ സൗഖ്യം നൽകണമേ. വഅക്രിം നുസുലഹു, വഅക്രിം നീ ബഹുമാനിക്കണമേ. നുസുലഹു, അവൻ്റെ വിരുന്ന് അല്ലെങ്കിൽ അവൻ്റെ സൽക്കാരം അല്ലെങ്കിൽ അവൻ്റെ സ്വീകരണം ഒക്കെ നുസുലിൻ്റെ അർത്ഥം. അത് നീ ബഹുമാനിക്കണമേ. വവസ്യ മദ്ഖലഹു, വവസ്യ നീ വിശാലമാക്കണമേ. മദ്ഖലഹു, അവൻ്റെ പ്രവേശന സ്ഥലം അതായത് ഖബർ നീ വിശാലമാക്കണമേ. വഗ്സിൽഹു, അവനെ നീ കഴുകണമേ അല്ലെങ്കിൽ കുളിപ്പിക്കണമേ. ബിൽ മായി, വെള്ളം കൊണ്ട്. വസ്സൽജി, മഞ്ഞുകൊണ്ട്. വൽ ബറദി, ആലിപ്പഴം കൊണ്ട് ഒക്കെ നീ കുളിപ്പിക്കണമേ. വനഖഹി, നീ ശുദ്ധമാക്കണമേ. മിനൽ ഖത്വായ, തെറ്റുകളിൽ നിന്ന് മയ്യത്തിനെ നീ ശുദ്ധമാക്കണമേ. കമാ, ഒന്നുപോലെ. യുനഖ സോബുൽ അബിയദ്, വെള്ള വസ്ത്രം ശുദ്ധമാക്കുന്നത് പോലെ നീ ശുദ്ധമാക്കണമേ. മിനദ്ദനസി, ചളിയിൽ നിന്ന് ശുദ്ധമാക്കുന്നത് പോലെ. വാബിദുൽഹു, മയ്യത്തിനെ നീ പകരമാക്കണമേ. ദാരൻ, വീടിനെ പകരമാക്കണമേ. ഖൈറൻ മിൻ ദാരിഹി, അവൻ്റെ വീടിനേക്കാൾ നല്ല വീട് നീ പകരമാക്കണമേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, മയ്യത്തിൻ്റെ കുടുംബത്തേക്കാൾ നല്ല കുടുംബം നീ പകരമാക്കണമേ. വസൗജൻ, ഇണയെയും നീ പകരമാക്കണമേ. ഖൈറൻ മിൻ സൗജിഹി, മയ്യത്തിൻ്റെ ഇണയേക്കാൾ ഖൈറായ ഇണയെ നീ പകരമാക്കണമേ. വഅദ്ഖിൽഹു, നീ പ്രവേശിപ്പിക്കണമേ, മയ്യത്തിനെ പ്രവേശിപ്പിക്കണമേ. അൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅഇദ്ഹു, മയ്യത്തിനെ നീ രക്ഷപ്പെടുത്തണമേ. മിൻ അദാബിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വ ഫിത്നതിഹി, ഖബറിൻ്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുത്തണമേ. വ മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണമേ. ഈ ദുആണ് ഏറ്റവും നല്ലത്. യുഅന്നസുൽ ലമാഇറു, ലമീറുകൾ മുഅന്നസാക്കണം. ഫിൽ ഉൻസ, സ്ത്രീയാണ് മരിച്ചതെങ്കിൽ, സ്ത്രീയിൽ മയ്യത്ത് സ്ത്രീയാണെങ്കിൽ ലമീറുകൾ മുഅന്നസാക്കണം. അപ്പോൾ ഫയഖൂൽ, അപ്പോൾ പറയണം അല്ലാഹുമ്മ ഗ്ഫിർ ലഹ വർഹംഹ വഅഫു അൻഹ വആഫിഹ, അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ഹു എന്നുള്ള അല്ലെങ്കിൽ ഹി എന്നുള്ള സ്ഥലത്തൊക്കെ ഹ എന്ന് കൊടുക്കുക. ഇതിലൊരു കാര്യം, ഇലഹ് എന്ന് പറഞ്ഞാൽ അവസാനം വരെ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവസാനം വഅഇദ്ഹു, മയ്യത്തിനെ നീ രക്ഷപ്പെടുത്തണമേ. അപ്പോൾ സ്ത്രീയാണെങ്കിൽ, മയ്യത്ത് സ്ത്രീയാണെങ്കിൽ വഅഇദ്ഹ, മയ്യത്തിനെ നീ രക്ഷപ്പെടുത്തണമേ. മിൻ അദാബിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വ ഫിത്നതി ഹി എന്ന് തന്നെയാണ്, ഖബറിൻ്റെ ഫിത്നയിൽ നിന്നാണ്.
ഖബറിലേക്കാണ് ഹാഇൻ്റെ ദമീർ മടങ്ങുന്നത്. അപ്പോൾ ഫിത്നത്തിഹി എന്ന് തന്നെയാണ് മയ്യത്ത് പെണ്ണ് ആണെങ്കിലും അതുപോലെ തന്നെ ജം ആണെങ്കിലും കുറേ മയ്യത്തുകൾ ഉണ്ടെങ്കിലൊക്കെ ഫിത്നത്തിഹി എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ ഹീക്ക് മാറ്റമുണ്ടാവുകയില്ല. കാരണം ഹീൻ്റെ മർജിഅ് ഖബറിലേക്കാണ്. അപ്പോൾ ഫിത്നത്തിഹി എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഹ എന്ന് ഉച്ചരിക്കുക. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹ വഅഫു അൻഹാ വഅഫിഹാ വഅകിം നുസുലഹാ വവസി മുദ്ഖലഹാ വഗ്സിൽഹാ ബിൽമാഇ വസ്സൽജി വൽബർദ് വനഖിഹാ, അങ്ങനെ ഉച്ചരിക്കുക. ലാസ്റ്റ് വഅഇദ്ഹാ മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിന്നാർ. ഇനി കുറേ മയ്യത്തുകളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഒറ്റ നിസ്കാരമാണെങ്കിൽ, ഇപ്പോൾ ഗായിബായിക്കോട്ടെ നിസ്കരിക്കുമ്പോൾ ഒറ്റ നിസ്കാരമാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വഅഫിഹിം അങ്ങനെ ദുആ ചെയ്യുക. അവസാനം വഅഇദ്ഹും മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിന്നാർ. അവിടെയും വഫിത്നതിഹി എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അടുത്തത് യുസന്നു ഫി സ്വലാത്തി, നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും അല തുഫ്ലി, കുട്ടിയുടെ മേലുള്ള നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും. മരിച്ചത് കുട്ടിയാണെങ്കിൽ ആ നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും. അൻ യസീദ അല ദുആൽ മദ്കൂരി, പറയപ്പെട്ട ദുആയിനേക്കാൾ കൂടുതലാക്കൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നുള്ള പറയപ്പെട്ട നേരത്തെ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ ശേഷം വരുന്ന ദുആം കൂടെ ചൊല്ലണം. അൻ യസീദ കൂടുതലാക്കൽ അല ദുആൽ മദ്കൂരി, പറയപ്പെട്ട ദുആയിനേക്കാൾ. ഇൻ കാന അബവാഹു, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആയാൽ മുഅ്മിനൈനി, മുഅ്മിനീങ്ങളാണെങ്കിൽ, കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഈ പറയപ്പെട്ട വമിൻ അദാബിന്നാർ എന്നുവരെ പറയപ്പെട്ട ആ ദുആയിനേക്കാൾ ശേഷം വരുന്ന ദുആം കൂടെ കൂടുതലാക്കണം. അല്ലാഹുമ്മ ജഅൽഹു ഫറത്തുൻ ലി അബവൈഹി വസലഫൻ വസുഖറൻ വഅദതൻ വഅതിബാറൻ വശഫിയ എന്നുള്ള ദുആം കൂടെ കൂടുതലാക്കണം. അല്ലാഹുവേ ഇജഅൽഹു, ആ കുട്ടിയെ നീ ആക്കണമേ, ഫറത്തൻ ലി അബവൈഹി, അവൻ്റെ മാതാപിതാക്കൾക്കുള്ള മുൻകൂട്ടിയുള്ള പ്രതിഫലമാക്കണമേ. അതായത് മുൻകൂട്ടി ചെന്ന് കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഫറത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യമേ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളത് അർത്ഥമാണ് ഫറത്ത് എന്നുള്ളത്. അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് മുൻകൂട്ടി ചെന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവനാക്കണമേ. അപ്പോൾ ആദ്യമേ ഈ കുട്ടി പോകുകയാണല്ലോ മാതാപിതാക്കൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ അങ്ങനെ ദുആ ചെയ്യണം. അതുപോലെ തന്നെ വ സലഫൻ, മുൻഗാമിയാക്കണമേ. വ ദുഖ്റൻ, സൂക്ഷിപ്പ് സ്വത്ത് അല്ലെങ്കിൽ പുണ്യമാക്കണം. ദുഖ്ർ സൂക്ഷിപ്പ് സ്വത്ത് അല്ലെങ്കിൽ പുണ്യം എന്നുള്ള അർത്ഥം. അപ്പോൾ സൂക്ഷിപ്പ് സ്വത്താക്കണമേ. വഴുതത്തൻ, വായുതുമാക്കണമേ, ഒരു ഉപദേശകനുമാക്കണമേ അല്ലെങ്കിൽ ഉപദേശവുമാക്കണമേ. വഴുതത്തിനാണല്ലോ ഉപദേശം എന്നർത്ഥം. അപ്പോൾ ഉപദേശവുമാക്കണമേ. വാത്തിബാറൻ, ഒരു ഗുണപാഠവുമാക്കണമേ. ആദ്യമേ അവൻ പോയി, കുട്ടി പോയി, അപ്പോൾ ഒരു ഗുണപാഠം വേണം. എപ്പോഴും എനിക്കും സംഭവിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഗുണപാഠം കൂടെ ആക്കണമേ. വ ഷഫിയാൻ, ഷഫിയോമാക്കണമേ, ശുപാർശകൻ. കുട്ടി ആദ്യമേ പോയിട്ട് അല്ലാഹു തആലയോട് എൻ്റെ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നുള്ളൊരു ശുപാർശകനാക്കണമേ. വസഖൽ ബിഹി, ആ കുട്ടിയെ കൊണ്ട് ഭാരമാക്കണമേ, ആ കുട്ടി കാരണത്താൽ ഭാരമാക്കണമേ. മവാസീനുഹുമ, മാതാപിതാക്കളുടെ മീസാനുകൾ, തുലാസുകൾ. ആ കുട്ടി മരണപ്പെട്ടു, അപ്പോൾ അതിൽ ക്ഷമിച്ചതിൻ്റെ കാരണത്താൽ ഈ മാതാപിതാക്കളുടെ മീസാനുകൾ നീ ഭാരമാക്കണമേ. വാഫിഖ് സ്വബ്ര, ക്ഷമ ചൊരിയണമേ. അലാ ഖുലൂബിഹിമ, രണ്ടുപേരുടെയും ഹൃദയത്തിൻ്റെ മേൽ ക്ഷമ ചൊരിയണമേ. വലാ തഫ്തിൻഹുമ, രണ്ടുപേരെയും ഫിത്നയിലാക്കരുത്, വിപത്തിലാക്കരുത്. ബാദുഹു, കുട്ടിയുടെ മരണശേഷം. കുട്ടി മരിച്ചു കഴിഞ്ഞു, അതിന് ശേഷം അതും ആലോചിച്ച് മാതാപിതാക്കളെ വിപത്തിലാക്കരുത്. വലാ തഹ്രിംഹുമ, രണ്ടുപേർക്കും നീ നിഷിദ്ധമാക്കരുത്, ഹറാമാക്കരുത്. അജ്റഹു, ആ കുട്ടിയുടെ പ്രതിഫലം അത് ക്ഷമിച്ചതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് നീ നിഷിദ്ധമാക്കരുത്, അവർക്ക് നീ കൊടുക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ദുആവും കൂടെ മറ്റേ ദുആനോട് കൂടെ കൂട്ടിച്ചേർക്കൽ സുന്നത്താണ്. സലാമും ബാദ തക്ബീറത്തി റാബിയത്തി, നാലാം തക്ബീറിന് ശേഷം സലാം ചില്ല, ഏഴാമത്തെ ഫർദാണ്. അഖല്ലുഹു, സലാമിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്, മറത്തിന് ഒരു പ്രാവശ്യം. വാക്മലുഹു, ഏറ്റവും പരിപൂർണമായത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മറത്തേൻ, 2 പ്രാവശ്യം. മുൽത്തഫിത്തൻ യമീനൻ, വലത് ഭാഗത്തേക്ക് തിരിഞ്ഞതായ നിലയിൽ, വഷിമാലൻ, ഇടത് ഭാഗത്തേക്കും. അപ്പോൾ ആദ്യത്തെ സലാം വലത് ഭാഗത്തേക്കും തിരിയുക, രണ്ടാമത്തെ സലാമിന് വേണ്ടി ഇടത് ഭാഗത്തേക്കും തിരിഞ്ഞതായ നിലയിൽ 2 പ്രാവശ്യം സലാം ചൊല്ലലും സുന്നത്താണ്.
ബാദ് തക്ബീറത്ത് റാബിയത്തി നാലാം തക്ബീറിന് ശേഷം യുസന്നു സുന്നത്താക്കപ്പെടും അയ്യക്കൂല പറയൽ അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന് പറയൽ സുന്നത്താക്കപ്പെടും. അല്ലാഹുവേ ലാ തഹ്രിംന ഞങ്ങൾക്ക് നീ നിഷിദ്ധമാക്കരുത്, അജ്റഹു ആ കുട്ടിയുടെ പ്രതിഫലം നിഷിദ്ധമാക്കരുത്, വലാ തഫ്തിന്ന ഞങ്ങളെ അജ്റഹു എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിൻ്റെ പ്രതിഫലം നിഷിദ്ധമാക്കരുത്, വലാ തഫ്തിന്ന ബഅദഹു ആ മയ്യത്തിന് ശേഷം ഞങ്ങൾ നീ ഫിത്നയിലാക്കരുത്, വിപത്തിലാക്കരുത്, വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ട വലഹു ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്ക്. അപ്പോൾ മയ്യത്ത് കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഈ ദുആ സുന്നത്താണ് നാലാം തക്ബീറിന് ശേഷം. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അല്ലാഹുവേ ആ മയ്യത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷിദ്ധമാക്കരുത്, അതുപോലെ തന്നെ ആ മയ്യത്തിന് ശേഷം ഞങ്ങൾ നീ ഫിത്നയിലാക്കരുത്, അതുപോലെ തന്നെ ഞങ്ങൾക്കും ആ മയ്യത്തിനും നീ പുറത്തു കൊടുക്കുകയും ചെയ്യുകയും. അൽ മസ്ബൂഖു ഫി സ്വലാത്തിൽ ജനാസത്തി ജനാസ നിസ്കാരത്തിലുള്ള മസ്ബൂഖ്. ഇദാ തഅഖറൽ മുഖ്തദി തുടരുന്നവൻ പിന്തിയാൽ അനി തക്ബീരി തക്ബീറിനെ തൊട്ട് പിന്തി മാൽ ഇമാമി ഇമാമിനോട് കൂടെ ബിലാ ഉദ്രിൻ കാരണം കൂടാതെ ഒരു കാരണവും കൂടാതെ ഇമാമിനോടുള്ള തക്ബീറിനെ തൊട്ട് മഅ്മൂമിങ്ങൾ പിന്തിയാൽ ഇമാം തക്ബീർ ചൊല്ലിയിട്ട് മഅ്മൂമ് തക്ബീർ ചൊല്ലാതിരുന്നാൽ വകബ്ബറൽ ഇമാമു ഇമാമ് തക്ബീർ ചൊല്ലുകയും ചെയ്തു ഉഖ്റ മറ്റൊരു തക്ബീർ ചൊല്ലുകയും ചെയ്തു ഖബല യുകബ്ബറ തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് മഅ്മൂം തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഇമാം രണ്ടാമത് തക്ബീർ ചൊല്ലുകയും ചെയ്താൽ ബാത്തുലത് സ്വലാത്തുഹു ആ മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലാകും. ഒരു കാരണവും കൂടാതെ അവിടെ ഇങ്ങനെ നിന്നു, അങ്ങനെ ആകുമ്പോൾ അവൻ്റെ നിസ്കാരം ബാത്തിലാകും, മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലാകും. അമ്മൽ മസ്ബൂഖു അപ്പോൾ മസ്ബൂഖ് ഫയുക്കബ്ബിറു തക്ബീർ ചെല്ലണം. മസ്ബൂഖായി വന്ന ആളാണ്, പിന്തി തുടർന്ന് വന്ന ആളാണ്. മസ്ബൂഖിൻ്റെ വിഷയം ഒന്നാമത്തെ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. ഫയുക്കബ്ബിറു തക്ബീർ ചെല്ലണം. വയഖ്റഉൽ ഫാത്തിഹ ഫാത്തിഹ ഓതുകയും വേണം. വയുറായി അവൻ പരിഗണിക്കണം തർത്തീബ നഫ്സിഹി അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ തർത്തീബാണ് പരിഗണിക്കേണ്ടത്, വഴിക്ക് വഴിയാണ് പരിഗണിക്കേണ്ടത്. വൈൻകാൻ ഇമാമു ആയാലും ശരി ഫി ഗൈരി തക്ബീറത്തുൽ ഊല ഒന്നാം തക്ബീർ അല്ലാത്തതിലാണെങ്കിലും ശരി, ഇമാം ഒന്നാം തക്ബീർ അല്ലെങ്കിലും ശരി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്തി തുടർന്ന ആളാണ്, മസ്ബൂഖായി വന്ന ഒരാളാണ്. ഇമാം തക്ബീർ ചൊല്ലി അതിന് ശേഷം ഫാത്തിഹ തുടങ്ങി, അതിന് ശേഷമൊക്കെയാണ് മസ്ബൂഖ് വരുന്നത്. അങ്ങനെ തക്ബീർ ചൊല്ലി ഫാത്തിഹ തുടങ്ങി ബിസ്മി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിയപ്പോഴേക്കും ഇമാം അടുത്ത തക്ബീർ ചൊല്ലി. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള ഫാത്തിഹ നിന്ന് ബാക്കിയുള്ളത് ഓതാതെ രണ്ടാമത്തെ തക്ബീർ മസ്ബൂഖും ചെല്ലണം. നേരത്തെ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതുപോലെ തന്നെ ളുഹ്ർ അസ്ർ മഗ്രിബൊക്കെ മസ്ബൂഖായി വന്നാൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവിടെയും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ഒരാൾ ളുഹ്ർക്ക് വന്നു, മസ്ബൂഖായി വന്നു, അപ്പോൾ ഒന്നാമത്തിൽ അവനക്ക് എന്തൊക്കെ സുന്നത്തുണ്ട്, വജ്ജഹത്തു ഫാത്തിഹ സൂറത്ത് ഒക്കെ സുന്നത്തുണ്ട് മസ്ബൂഖിന്, അതിന് ടൈം കിട്ടുകയാണെങ്കിൽ സുന്നത്തുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് മസ്ബൂഖിന് സുന്നത്തുണ്ട്. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ മാത്രം, നാലാമത്തെ റക്അത്തിലും ഫാത്തിഹ മാത്രം. അങ്ങനെയാണ് സാധാരണ. അതുപോലെ തന്നെ ഇവിടെയും മസ്ബൂഖായിട്ട് വന്നാലും ഇതുപോലെ തന്നെയാണ്. ഇമാമിൻ്റെ തർത്തീബ് പരിഗണിക്കേണ്ടതില്ല, സ്വന്തം തർത്തീബാണ് പരിഗണിക്കേണ്ടത്. ഫൈൻ കബ്ബറൽ ഇമാമു ഇമാമ തക്ബീർ ചൊല്ലിയാൽ തക്ബീറത്തുൽ ഉഖ്റ മറ്റൊരു തക്ബീർ ചൊല്ലിയാൽ ഖബല ശുറൂഇൽ മസ്ബൂഖി ഫിൽ ഫാത്തിഹത്തി ഫാത്തിഹയിൽ മസ്ബൂഖ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇമാം മറ്റൊരു തക്ബീർ ചൊല്ലി. ഔ അല്ലെങ്കിൽ ഖബല ഇത്മാമിഹ മസ്ബൂഖ് ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പ് മറ്റൊരു തക്ബീർ ചൊല്ലിയാൽ കബ്ബറ മാഹു അവനോട് കൂടെ തക്ബീർ ചൊല്ലണം. വ സഖത്തത്തിൽ ഖിറാഅത്തു ഫാത്തിഹ ഒഴിവാകും അൻഹു ആ മസ്ബൂഖിനെ തൊട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ളുഹ്ർ നിസ്കാരത്തിന് ഇമാമ് ഏകദേശം ചൊല്ലിക്കഴിഞ്ഞു, അതിനുശേഷമാണ് മസ്ബൂഖ് വരുന്നത്. മസ്ബൂഖ് തക്ബീർ ചൊല്ലി ഉടനെ തന്നെ ഇമാം റുക്കൂയിലേക്ക് പോയി. ആ സമയത്ത് ഈ മസ്ബൂഖും റുക്കൂയിലേക്ക് പോകണം ഫാത്തിഹ ഓതാതെ. അങ്ങനെയാണ് ഒന്നാമത്തെ പാഠത്ത് പഠിച്ചത്. അതുപോലെ തന്നെ ഇതും മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ വന്നു, തക്ബീർ നിയ്യത്ത് ചെയ്തതിന് ശേഷം തക്ബീർ കെട്ടി, അപ്പോഴേക്കും ഇമാം രണ്ടാമത്തെ തക്ബീർ കെട്ടി. അപ്പോൾ ഈ മസ്ബൂഖും തക്ബീർ കെട്ടണം, ഫാത്തിഹ ഓതേണ്ടതില്ല. ഇനി മറ്റൊരാൾ വന്ന് ഫാത്തിഹ നിന്ന് രണ്ടായത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ രണ്ടായത്ത് ഓതുക, ഇമാം അടുത്ത തക്ബീർ ചൊല്ലി, അപ്പോൾ ഇവനും തക്ബീർ ചൊല്ലണം. ഇമാം മൂന്നാമത്തെ തക്ബീറിലാണ്, അപ്പോഴാണ് മസ്ബൂഖ് വരുന്നത്.
മസ്ബൂക്ക് നിയ്യത്തോടു കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ തുടങ്ങി അപ്പോഴേക്കും 4ാമത്തെ തക്ബീർ ഇമാം ചൊല്ലി. അപ്പോൾ ഈ മസ്ബൂക്കും അവൻ്റെ 2ാമത്തെ തക്ബീർ ചൊല്ലുക, എന്നിട്ട് സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ഇമാം അല്ലാഹുമ്മ ലാ തഹ്രിംനാ എന്നുള്ള ദിക്ർ ചൊല്ലുകയായിരിക്കും. അതിനുശേഷം ഇമാം സലാം വീട്ടും. ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കിയുള്ള തക്ബീറുകളൊക്കെ പിന്നെ തക്ബീർ ചൊല്ലുക, ദുആ ചെയ്യുക, മയ്യിത്തിനോട് ദുആ ചെയ്യുക, പിന്നെ തക്ബീർ ചൊല്ലുക. അല്ലാഹുമ്മ ലാ തഹ്രിംനാ എന്നുള്ള ദിക്ർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തുൻ, അതും സുന്നത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ എന്നുള്ള ദുആവും 4ാമത്തെ തക്ബീറിന് ശേഷം സുന്നത്താണ്. അതും കൂടെ ചൊല്ലിയിട്ട് സലാം വീട്ടുക. സാധാരണ നിസ്കാരത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് മയ്യിത്ത് നിസ്കാരത്തിലും. അത് മനസ്സിലാക്കിയാൽ മതി. വൈദാ സല്ലമൽ ഇമാമു, ഇമാം സലാം വീട്ടിയാൽ അതമ്മ അൽ മസ്ബൂഖ്, മസ്ബൂഖ് പൂർത്തിയാക്കണം. ബഖിയ്യത്തെ തക്ബീറാത്തി, മറ്റുള്ള തക്ബീറുകൾ മാ അദ്കാരിഹ, അതിലുള്ള ദിക്റിനോട് കൂടെ മറ്റൊരു ദിക്റും കൂടെ പൂർത്തിയാക്കണം. ഈ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്. അജിബ്, ഉത്തരം നൽകുക. ഉദ്കുർ, നീ പറയൂ. ഷർത്തൈൻ, 2 ഷർത്തുകൾ. മീൻ ശുറൂത്ത് സ്വലാത്തുൽ മയ്യിത്തി, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട 2 ഷർത്തുകൾ നീ പറയൂ. 2 ഷർത്തുകളാണുള്ളത്. ഒന്നെന്താണ്? തഖദ്ദുമു തുഹ്രിൽ മയ്യിത്തി, മയ്യിത്തിൻ്റെ ശുദ്ധി മുന്തുക. 2ാമത്തേത് അല്ലാ യതഖദ്ദമുൽ മുസല്ലി അലൽ മയ്യിത്തിൽ ഹാദിരി, ഹാജരായ മയ്യിത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മടമ്പ് കൊണ്ട് മുന്താതിരിക്കൽ. 2 മാഹുവ അഖല്ലു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? ഫി സ്വലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിൽ. സ്വലാത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മാദാ യഫ്അലുൽ മസ്ബൂഖ്, മസ്ബൂഖ് എന്താണ് ചെയ്യേണ്ടത്? ഇദാ കബ്ബറൽ ഇമാമു, ഇമാമ് തക്ബീർ ചൊല്ലിയാൽ, തക്ബീറത്തുൻ ഉഖ്റ, മറ്റൊരു തക്ബീർ ചൊല്ലിയാൽ, ഖബല ശുറൂഇഹി ഫിൽ ഫാത്തിഹ, ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേറൊരു തക്ബീർ ചൊല്ലിയാൽ ഇമാം മുഅ്മിനീങ്ങൾ മസ്ബൂഖീങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കബ്ബറ മാഹു, അവനോട് കൂടെ തക്ബീർ ചൊല്ലുക. വസഖത്തത്തിൽ ഖിറാഅത്തു അൻഹു, അവനെ തൊട്ട് ആ ഖിറാഅത്ത് സാഖിത്ത, ഒഴിവാകും. ഖിറാഅത്ത് ഓതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മസല ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് വരിയിൽ കബ്ബറ മാഹു വസഖത്തത്തിൽ ഖിറാഅത്തു അൻഹു. 2 ദോ അലാമത്ത, അടയാളം കൊടുക്കാനുള്ളതാണ്. 1 മിൻ ശുറൂത്തി സ്വലാത്തിൽ മയ്യിത്തി, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. അൻ യകൂനൽ മയ്യിത്തു, മയ്യിത്ത് ആകൽ, മുതത്വഹിറൻ, ശുദ്ധിയുള്ളതാകൽ, ബിൽ ഗുസ്ലി, കുളിക്കൽ കൊണ്ട്, അവി തയമ്മുമി, അലി തയമ്മും ചെയ്യൽ കൊണ്ട്. അപ്പോൾ തയമ്മും ചെയ്യൽ കൊണ്ടോ കുളിക്കൽ കൊണ്ടോ ശുദ്ധിയുള്ളതാകൽ ഷർത്താണ്. അത് ശരിയാണ്. 2 യജൂസു, ജായിസാകും. അൻ യതഖദ്ദമൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ മുന്തൽ ജായിസാകും, നിസ്കരിക്കുന്നവന് മുന്താൻ പറ്റും. അൽ മയ്യിത്തിൽ ഹാദിരി, ഹാജരായ മയ്യത്തിനേക്കാൾ മുന്താൻ പറ്റും. ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ മയ്യിത്ത് നിസ്കാരത്തിൽ ഹാജരായ മയ്യത്തിനേക്കാൾ മുന്തിയിട്ട് നിസ്കരിക്കാം. അത് ശരിയല്ല, മുന്താതിരിക്കണം. ഹാജരായ മയ്യത്തിൻ്റെ ബാക്കിലാണ് നിൽക്കേണ്ടത്. അതിൽ തക്ബീറാത്ത് സ്വലാത്തിൽ ജനാസത്തി 4 തക്ബീറാത്തിൻ, ജനാസ നിസ്കാരത്തിന് 4 തക്ബീറുകളാണ്. അത് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരി, 2 തെറ്റ്. 3 അക്മിൽ, നീ പൂർത്തിയാക്കൂ. അർക്കാനു സ്വലാത്തിൽ ജനാസ, ജനാസ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ സബഅത്തുൻ, 7ആണ്. അപ്പോൾ സബഅത്തുൻ എന്നാണ് എഴുതേണ്ടത്. ദുആ ഉഖ്റവിയുൻ, ഉഖ്റവിയായ ദുആ, ആഖിറത്തിലേക്കുള്ള ദുആ. ലിൽ മയ്യിത്തി, മയ്യിത്തിലേക്ക് ആഖിറത്തിലേക്കുള്ള ദുആ. ബി ഖുസൂസിഹി, മയ്യത്തിനെ പ്രത്യേകമാക്കൽ കൊണ്ട്, മയ്യത്തിന് മാത്രമാക്കൽ കൊണ്ട്. ബാദ തക്ബീറത്തി, തക്ബീറിന് ശേഷം. എത്രാമത്തെ തക്ബീറിന് ശേഷമാണ്? ബാദ തക്ബീറത്തി സാലിസത്തി, 3ാം തക്ബീറിന് ശേഷം. 3 അഖല്ലു ദുആ ലിൽ മയ്യിത്തി, മയ്യത്തിനേക്കുള്ള ദുആയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഡാഷ് ലഹു, അല്ലാഹുമ്മ ഗുഫിർ ലഹു എന്നാണ്. അല്ലാഹുമ്മ ഗുഫിർ ലഹു. അടുത്തത് ഇഖ്തരി സ്വഹീഹ, സ്വഹീഹ് നീ തിരഞ്ഞെടുക്കൂ, ശരി നീ തിരഞ്ഞെടുക്കൂ. മതാ തുസല്ല, എപ്പോഴാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ. ഫി സ്വലാത്തിൽ ജനാസത്ത്, ജനാസ നിസ്കാരത്തിൽ, മയ്യിത്ത് നിസ്കാരത്തിൽ എപ്പോഴാണ് തക്ബീർ സ്വലാത്ത് ചെല്ലേണ്ടത്? ബാദ തക്ബീറത്തുൽ ഊല, 1ാം തക്ബീറിന് ശേഷം. അഖിബത്ത് തക്ബീറത്ത് സാനിയ, 2ാം തക്ബീറിൻ്റെ ഉടനെ. ജീം ബാദ സലാമി, സലാം വീട്ടിയതിന് ശേഷം. 2ആണ് ശരി. അഖിബത്ത് തക്ബീറത്ത് സാനിയ, 2ാം തക്ബീറിൻ്റെ ശേഷം ഉടനെയാണ് ചൊല്ലേണ്ടത്. 2 അഖല്ലു സലാമി ഫി സ്വലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിൽ സലാമിൻ്റെ ഏറ്റവും ചുരുങ്ങിയത്
ചുരുങ്ങിയ രൂപമാണ്. ഹുവ അസ്സലാമു അലൈക്കും മറത്തൈനി. രണ്ട് പ്രാവശ്യം അസ്സലാമു അലൈക്കും എന്ന് പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. അസ്സലാമു അലൈക്കും മറത്തൻ വാഹിദത്തൻ, ഒറ്റ പ്രാവശ്യം അസ്സലാമു അലൈക്കും എന്ന് പറയുക. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. അഖല്ലു സലാമി, സലാമിൽ ഏറ്റവും ചുരുങ്ങിയതാണ്. ഏറ്റവും ചുരുങ്ങിയത് ജീമാണ്. അസ്സലാമു അലൈക്കും മറത്തൻ വാഹിദത്തൻ, ഒറ്റ പ്രാവശ്യം അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. 3. മാദാ യഫ്അലുൽ മസ്ബൂഖു, മസ്ബൂഖ് എന്താണ് ചെയ്യേണ്ടത്? ഇദാ സല്ലമൽ ഇമാമു, ഇമാം സലാം വീട്ടിയാൽ മസ്ബൂഖായ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? 1. യഖ്റുജു മിനസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടുക, അതായത് നിസ്കാരം കഴിഞ്ഞു അവനും സലാം വീട്ടാന്നർത്ഥം. യുഈദു സ്വലാത്ത്, നിസ്കാരം മടക്കി നിസ്കരിക്കണം. ജീം യുത്തിമു ബഖിയ്യത്ത തക്ബീറാത്തി, ബാക്കിയുള്ള തക്ബീറുകൾ പൂർത്തിയാക്കണം. മാ അദ്കാരിഹ, അതിലുള്ള ദിക്റുകളോട് കൂടെ ബാക്കിയുള്ള തക്ബീറുകൾ പൂർത്തിയാക്കണം. അതാണ് ശരി, ജീമാണ് ശരി. അതിലുള്ള തക്ബീറുകളോട് കൂടെ ബാക്കിയുള്ള തക്ബീറുകൾ, അതിലുള്ള ദിക്റുകളോട് കൂടെ ബാക്കിയുള്ള തക്ബീറും കൂടെ പൂർത്തിയാക്കണം. അപ്പോൾ 2 തക്ബീർ ചൊല്ലിയിട്ടുള്ളൂ. അപ്പോൾ 3, 4 ചൊല്ലിയിട്ട് അതിലുള്ള ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് സലാം കിട്ടുക. അതാണ് ശരി, ജീമാണ് ശരി. 5. അന്നശാത്തു തത്ബീഖിയും, പ്രായോഗിക പ്രവർത്തനം. നുറത്തിബു തർത്തീബ് അർക്കാനി സ്വലാത്തുൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ നമുക്ക് തർത്തീബായിട്ട് പറയാം. 1, 2, 3, 4, 5, 6, 7 ആ നിലക്ക് പറയാം. ബിദിക്രി വാഹിദിൻ, ഒരാൾ പറയൽ കൊണ്ട്, ബാദ വാഹിദിൻ മറ്റൊരാൾക്ക് ശേഷം. അപ്പോൾ ഓരോരുത്തരായിട്ട് ആദ്യം ഒരാൾ, പിന്നെ രണ്ടാമത്തെ ആൾ, അങ്ങനെ വഴിക്ക് വഴിയായിട്ട് ഓരോ റുക്കുനുകളും പറയാം. 2. നഖൂലു ദുആ ലിൽ മയ്യിത്തി വ ദുആ ലിത്തുഫ്ലി, നഖൂലു നമുക്ക് പറയാം, വ ദുആ ലിൽ മയ്യിത്തി മയ്യത്തിന് വേണ്ടിയുള്ള ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നുള്ള ദുആ, വ ദുആ ലിത്തുഫ്ലി കുട്ടിക്ക് വേണ്ടിയുള്ള ദുആ നമുക്ക് പറയാം. മനസ്സിലാകാത്തവർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇഖ്ലാസോടുകൂടെ ധാരാളം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.